ഹായ് ഫ്രണ്ട്സ്, ഹലോ പ്ലസ് വണ്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വിജയകരമായിട്ട് 2 പാഠങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ലെസണിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. നമ്മുടെ പ്ലസ് വൺ എക്കണോമിക്സിലെ എളുപ്പമുള്ളൊരു പാഠമാണിത്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കതൊരു ഡ്രൈ ചാപ്റ്ററായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ഇത് വന്നേക്കാം. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഈ ചാപ്റ്റർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, വേഗം തന്നെ ഞാൻ ഈ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഞാൻ 2 പാർട്ടായിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG പോളിസി എന്നാണ് നമ്മളിതിനെ പറയുന്നത്. എന്താണ് ഈ LPG പോളിസി എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഇങ്ങനെ ഒരു പോളിസി ഇന്ത്യയിൽ കൊണ്ടുവരാൻ കാരണം, ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ അഡോപ്റ്റിംഗ് LPG പോളിസി ഇൻ ഇന്ത്യ. ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇത് മൂന്നും എന്തിനാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്, ആ ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞ് ഒരു 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യം എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ പോയിന്റ്സ് ആണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഗൾഫ് വാർ. ഗൾഫ് രാജ്യങ്ങളിൽ അന്ന സമയത്ത് 1990 ആ കാലഘട്ടത്തിൽ ഒരുപാട് 80 മുതൽ ഒരുപാട് യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഗൾഫ് വാർ 1. 2, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. എവിടെ? നമ്മുടെ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ, നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നിങ്ങൾ രാഷ്ട്രീയമായൊരു നമ്മുടെ ഒരു ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു വല്ലാത്തൊരു പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയമായ ഒരു നല്ലൊരവസ്ഥ ആയിരുന്നില്ല എന്നുണ്ട്. കാരണം എപ്പോഴും പ്രധാനമന്ത്രി മാറുകയും അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ദി ഇക്കണോമി. ഇക്കണോമിയെ നല്ല രീതിയിലല്ല മാനേജ് ചെയ്ത് കൊണ്ടുപോയത്. നമ്മുടെ സമ്പദ്ഘടനയെ നന്നായിട്ടല്ല മാനേജ് ചെയ്ത് കൊണ്ടുപോയത്. അതായിരുന്നു മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തതോ പെട്രോളിയം പ്രൈസസ് റോസ്. അതായത് നമ്മുടെ പെട്രോളിയം പ്രൈസസ് ഒക്കെ ഒരുപാട് ഉയർന്നു, ഒരുപാട് കൂടി. അതൊക്കെ ഗൾഫ് വാറിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അഞ്ചാമത്തത് എന്താണ്? അഞ്ചാമത്തത് മൗണ്ടിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മൗണ്ടിങ് ഇൻഫ്ലേഷൻ, വില കൂടുന്നതിന് നമ്മൾ അപ്രകാരം പറയുന്നു. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യാസ് ക്രെഡിറ്റ് റേറ്റിംഗ് വെന്റ് ഡൗൺ. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്? ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പൈസ തിരിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു മാർക്ക് ഇടുക അയാൾക്ക്. ഉദാഹരണത്തിന് ഒരാളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് 10 ആണെന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് നമ്മൾ പൈസ കൊടുത്താൽ അവൻ തിരിച്ചു തരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം 5 ഉള്ള അവൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ്, അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്തുവാ? അവൻ തരാനും തരാതിരിക്കാനും ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ താഴേക്ക് പോയി. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുറം രാജ്യങ്ങളിലുള്ള ബാങ്കുകളൊന്നും ഇന്ത്യക്ക് ലോൺ തരില്ല, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ LPG പോളിസി ഉണ്ടാകാനുള്ള കാരണങ്ങൾ? പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, പിന്നെ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ദി ഇക്കണോമി, പെട്രോളിയം പ്രൈസസ് റോസ്, മൗണ്ടിങ് ഇൻഫ്ലേഷൻ, ക്രെഡിറ്റ് റേറ്റിംഗ് കുറഞ്ഞു ഇന്ത്യയുടെ. ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആയിട്ടും വിശദമായിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. എന്താണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 1 ബില്യണിൽ താഴേക്ക് വന്നു. എന്താണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്? ഒന്നുമില്ല, പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടുന്ന പൈസ, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അത് 1 ബില്യണിൽ താഴെയായിരുന്നു എന്ന്, $1 ബില്യൺ താഴെയായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒരാഴ്ചത്തെ ഇറക്കുമതിക്കുള്ള പൈസ പോലും ഇല്ല ഈ $1 ബില്യൺ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഫോറിൻ റിസർവ് ആണെങ്കിലും എല്ലാം താഴേക്ക് പോയി. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ എന്ത് ചെയ്തത്? $7 ബില്യൺ IMFൽ നിന്നും കടം വാങ്ങിയത്. അപ്പോൾ IMF എന്ത് പറഞ്ഞു? പൈസയൊക്കെ തരാം, പക്ഷെ തരണമെങ്കിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് 1, യു ഹാവ് ടു ലിബറലൈസ് യുവർ ഇക്കണോമി. നിങ്ങളുടെ ഇക്കണോമിയെ ലിബറലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രിയിലുള്ളവർക്ക് മാത്രം ട്രേഡ് ചെയ്താൽ പോരാ, പുറം രാജ്യങ്ങളിൽ നിങ്ങളുടെ കൺട്രിയിലേക്ക് സാധനങ്ങൾ എത്തിക്കണം. അതൊക്കെ നിങ്ങളുടെ രാജ്യത്തെ കുറച്ചുകൂടെ ഓപ്പൺ ചെയ്ത് വിടണം. എല്ലാവർക്കും ട്രേഡ് ചെയ്യാനുള്ള ഒരു രീതിയിലാക്കി ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചു. ആര്? IMF. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ഓക്കെ ശരി സമ്മതിക്കാം എന്നും പറഞ്ഞ് IMFൻ്റെ കയ്യിൽ നിന്ന് ലോൺ മേടിച്ചു. അങ്ങനെയാണ് ഒരു പുതിയ പോളിസി എന്ന നിലയ്ക്ക് 1991 ന്യൂ ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ നമ്മുടെ
LPG പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോളിസി എന്നൊക്കെ അറിയപ്പെടുന്ന NEP 1991 വന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ നാഷണൽ എക്കണോമിക് പോളിസിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. രണ്ട്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. എന്താ ഈ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിയന്തരമായി നമ്മളൊരു സൊല്യൂഷൻ കാണും, അല്ലേ? പിന്നെ പെർമനൻ്റ് ആയിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാണുന്നൊരു പരിഹാരമാണ് ഈ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഷോർട്ട് ടേം ആണ്, ഒരു ചെറിയ നാളത്തേക്കുള്ളത് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഷോർട്ട് ടേം മെഷേഴ്സിനാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എക്സാമ്പിൾസ്: ഒന്ന്, ഡീവാലുവേഷൻ ഓഫ് റുപ്പി എന്ന് പറഞ്ഞാൽ പൈസയുടെ വില, നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വില കുറയുന്നു. പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്, ഇന്ത്യ കൂടുതൽ കയറ്റുമതി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തത്, റിഡക്ഷൻ ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇന്ത്യയുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഇതുപോലെയുള്ള ഗവൺമെന്റിന്റെ ചെലവുകൾ കുറയ്ക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അടിയന്തരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ന്യൂ ഇക്കണോമിക് പോളിസിക്കകത്ത് കൊണ്ടുവന്നു. അതിനെ നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന ഹെഡിലാണ് വിളിക്കുന്നത്. എന്തൊക്കെയാണ്? ഡീവാലുവേഷൻ ഓഫ് റുപ്പി, പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട്, റിഡക്ഷൻ ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അടിയന്തരമായി ചെയ്ത കാര്യങ്ങളാണ്. അതിനാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ആണ്. പക്ഷേ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. ഒരു ദീർഘമായ കാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള മാറ്റങ്ങളാണത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അവർ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ വന്ന മാറ്റം, ട്രേഡ് പോളിസിയിൽ വന്ന മാറ്റം, ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം ആണ്. ഒരു ലോങ് ടേമിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ, കുറേ നാളത്തേക്കുള്ള ഒരു മാറ്റം. അങ്ങനെ രണ്ട് തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഈ ന്യൂ ഇക്കണോമിക് പോളിസിയിൽ വന്നത്. മനസ്സിലായല്ലോ? അപ്പം ന്യൂ ഇക്കണോമിക് പോളിസിയിൽ അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണത്? സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം ലോങ് ടേം ആണ്, അതുപോലെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഷോർട്ട് ടേം ആണ്. ഓക്കെ. അപ്പം ഇതിനോടൊക്കെ നമ്മൾ എന്ത് പഠിച്ചു? നാഷണൽ എക്കണോമിക് പോളിസിയെ പറ്റി പഠിച്ചു 1991. അതുപോലെ അത് വരാനുള്ള കാരണം പഠിച്ചു. അതിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് മെഷേഴ്സും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ ഒരു പോളിസിയെ പറ്റിയാണ്. എന്താണ് ലിബറലൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ? ആദ്യം നമുക്ക് ലിബറലൈസേഷൻ നോക്കാം, അല്ലേ? ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ദ റിമൂവൽ ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻസ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചൊരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചു, ഒരുപാട് നിബന്ധനകൾ വെച്ചു. എന്ത്? കോട്ട, ടാരിഫ്, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് കളഞ്ഞു, റിമൂവ് ചെയ്തു. അപ്പോൾ ഇപ്പം എന്താ അവസ്ഥ? ലിബറലൈസേഷൻ വന്നതോടുകൂടി കുറച്ചും കൂടെ ലിബറലായിട്ട്, ഫ്രീ ആയിട്ട് പുറം രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഈ ലിബറലൈസേഷൻ പല 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 മേഖലകളിൽ പല രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലിബറലൈസേഷനെ പറ്റി നിങ്ങൾക്ക് ഒരു എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ ഇത് മൊത്തം എഴുതണം. ഹൗ വാസ് ലിബറലൈസേഷൻ എസ്റ്റാബ്ലിഷ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്നൊക്കെ ചോദിക്കും. അപ്പം ഓരോ സെക്ടറും തിരിച്ച്, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, ടാക്സ്, അങ്ങനെ ഓരോ സെക്ടറും തിരിച്ച് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ആദ്യം ഇൻഡസ്ട്രിയൽ സെക്ടർ. വ്യവസായ മേഖലയിൽ എന്താണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്? അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തത് ഡി ലൈസൻസിങ്. മുമ്പ് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനൊക്കെ ഇവിടെ ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിന് ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണം. ഇപ്പോൾ അവർ പറഞ്ഞു ലൈസൻസ് ഒന്നും വേണ്ട. രണ്ടാമത്തതോ ഡി റിസർവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഡസ്ട്രീസ്, കുറച്ച് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, വ്യവസായ സ്ഥാപനങ്ങൾ പബ്ലിക് സെക്ടർ മാത്രം നിലനിർത്താൻ പാടുള്ളൂ എന്നൊരു നിയമം മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തുവായി? അതും എടുത്തു കളഞ്ഞു. ഏത് പക്ഷെ അപ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡിഫൻസ്, റെയിൽവേ, അറ്റോമിക് എനർജി. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രതിരോധം. റെയിൽവേസ് നിങ്ങൾക്കറിയാം. അറ്റോമിക് എനർജി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എനർജി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇൻഡസ്ട്രി. ഈ 3 മേഖല മാത്രം വിട്ടുകൊടുത്തില്ല. ബാക്കിയുള്ള ഏത് മേഖല വേണമെങ്കിലും ആർക്കെടുക്കാം? പ്രൈവറ്റ് സെക്ടറിനെ എടുക്കാം എന്നായി. അപ്പം അതാണ് ഡി റിസർവേഷൻ എന്ന് പറയുന്നത്. പണ്ട് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞ ഇൻഡസ്ട്രികൾ ഇപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ളവർക്കും കൂടെ കൊടുത്തു. നിങ്ങളും അതിൽ ട്രേഡ് ചെയ്തോ എന്ന് പറഞ്ഞു. അടുത്ത എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡി റിസർവേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സ് പ്രത്യേകം കൊടുത്തായിരുന്നു. ഇപ്പം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അത് ആർക്ക് വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം. ആ ഒരു റിസർവേഷനും എടുത്തങ്ങ് കളഞ്ഞു.
പിന്നെയോ MRTP ആക്റ്റും ഫെറ ആക്റ്റും. ഈ MRTP ആക്ട് എന്ന് പറഞ്ഞാൽ മോണോപ്പൊളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് ആക്ട്. ഫെറ ആക്ട് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഇത് രണ്ടും ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയും ഇവിടെ ട്രേഡ് ചെയ്യുന്നതിനെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള ഒരു 2 ആക്റ്റുകളാണ് ഈ പറയുന്ന MRTP ആക്റ്റും ഫെറ ആക്റ്റും. ഈ 2 ആക്റ്റുകളെയും മാറ്റി MRTP ആക്ടിനെ കോമ്പറ്റീഷൻ ആക്ട് ആക്കി മാറ്റി, ഫെറ ആക്ടിനെ ഫെമ ആക്ട് ആക്കി മാറ്റി. ദാറ്റ് ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്നും MRTP ആക്ടിനെ എന്തുവാക്കി മാറ്റി? കോമ്പറ്റീഷൻ ആക്ട് ആക്കി മാറ്റി. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഐഡിയ അല്ല, മറ്റേ MRTP ആക്ടിനെ പോലെയും ഫെറ ആക്ടിനെ പോലെയും അല്ല ഈ പുതിയ 2 ആക്ടുകൾ. ഇത് ഉദ്ദേശിക്കുന്നത് പുറം രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് ട്രേഡ് ചെയ്യാം, അങ്ങനെയുള്ളൊരു പോസിറ്റീവായിട്ട് പറയുന്ന ആക്ടുകളാണ് ഈ 2 എണ്ണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യവസായ മേഖലയിൽ വന്ന മാറ്റങ്ങൾ ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ. ഒന്നുകൂടെ പറയുകയാണ്: ഡീലൈസൻസിങ്, ഡീറിസർവേഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് MRTP ആക്റ്റും ഫെറ ആക്റ്റും ചേഞ്ച്ഡ് ടു കോമ്പറ്റീഷൻ ആക്ട് ആൻഡ് ഫെമ ആക്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്തത് എന്താണ്? ഫിനാൻഷ്യൽ സെക്ടർ. സാമ്പത്തിക സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഒന്നാമതായിട്ട് RBIയുടെ സ്ഥാനം കുറച്ചു. RBIയുടെ സ്ഥാനം മുമ്പ് RBI വലിയൊരു പവറായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചൊക്കെ RBIയുടെ ഒരു പവർ അങ്ങ് കുറച്ചു. രണ്ടാമത്തെ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റുകൾ വളരെയധികം കുറച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചു എന്നുള്ളതല്ല, ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തീരുമാനിക്കാം, ബാങ്കിന് സ്വന്തമായിട്ട് തീരുമാനിക്കാം, അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു. അതാണ് ഉദ്ദേശിച്ചത്. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പറയും ഇത്രേ പാടുള്ളൂ എന്ന്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ബാങ്കുകൾക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം. പക്ഷേ അപ്പോഴൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ആ ലിമിറ്റിനുള്ളിൽ ബാങ്കിന് തന്നെ സ്വന്തമായിട്ട് തീരുമാനിക്കാം എത്ര ഇൻട്രസ്റ്റ് വേണമെന്ന്. അടുത്ത എന്താണ്? ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി വാസ് ലിബറലൈസ്ഡ്. എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും കുറേയൊക്കെ ബാങ്കിന് ബ്രാഞ്ച് തുടങ്ങാം, വലിയ ലൈസൻസിങ്ങോ ഒന്നും തന്നെ ലൈസൻസ് ഒന്നും വേണ്ട. അത്യാവശ്യം കുറേ കൂടെ ഒക്കെ ലിബറൽ ആയിട്ട്, കുറേ കൂടെ ഒക്കെ ഫ്രീ ആയിട്ട് ബാങ്കുകൾക്ക് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാക്കാം. നാലാമത്തെ എന്താണ്? ബാങ്കിങ് സെക്ടർ വാസ് ഓപ്പൺ ടു പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിന് ഇനി മുതൽ എന്ത് ചെയ്യാം? ബാങ്കൊക്കെ ഓൺ ചെയ്യാം, ബാങ്കൊക്കെ നടത്താം. ലാസ്റ്റ് വൺ, അഞ്ചാമത്തത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടറിൽ, സാമ്പത്തിക മേഖലയിൽ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം, പുറം രാജ്യങ്ങളിലെ ആൾക്കാർ ഇന്ത്യയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഒരുപാട് നടത്തിക്കോ എന്നൊരു അനുവാദവും കൂടി കൊടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ. അടുത്തത് എന്താണ്? നമ്മുടെ ടാക്സ് മേഖലയിൽ, നികുതി മേഖലയിലുണ്ടായ മാറ്റങ്ങൾ. അതിനാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. എന്താണ് ഫിസ്ക്കൽ പോളിസി? Fiscal policy is government policy relating to taxation, government revenue, public expenditure and public debt. ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണത്. അതിൽ പറയുന്നത് നമ്മുടെ ടാക്സ് എത്ര മേടിക്കണം അതിനെപ്പറ്റി, പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്താണ് അതിനെപ്പറ്റി, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസ് എന്താണ് അതിനെപ്പറ്റി, ഗവൺമെൻറ്റിൻ്റെ കടം എന്താണ്, പബ്ലിക് ഡെറ്റ് എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നൊരു പോളിസി ആയിരുന്നു ഈ പറയുന്ന ഫിസ്ക്കൽ പോളിസി. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് മുമ്പൊരിക്കൽ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ നമുക്കറിയാം കുറച്ച് ബേസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് 2 ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട്: ഡിറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഡിറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ആളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന, മനുഷ്യരുടെ കയ്യിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. ഉദാഹരണം ഇൻകം ടാക്സ് ഒക്കെ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആരിലാണോ ഈ ടാക്സ് നമ്മൾ ചുമത്തുന്നത് അവരല്ല പൈസ തരുന്നത്, വേറെ ആളായിരിക്കും നമുക്ക് പൈസ തരുന്നത്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ എൻ ഇൻഡിവിജ്വൽ ബട്ട് പെയ്ഡ് ബൈ അനദർ ഇൻഡിവിജ്വൽ. ഒരാളിൽ നമ്മൾ ചുമത്തുന്നു, പക്ഷേ മറ്റൊരാളാണ് നമുക്ക് തരുന്നത്. അങ്ങനെയുള്ളൊരു ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ടാക്സ് മേഖലയിൽ ടാക്സ് റീഫോംസ് ആയിട്ട് നികുതി മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ നമുക്ക് നോക്കാം. 1, റിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് കുറച്ചു. 2, കോർപ്പറേഷൻ ടാക്സ് കുറച്ചു. 3, എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും കുറച്ചു. 4, ഈ ടാക്സ് നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്തു. ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട നോംസ്, അതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കൂടെ ലഘൂകരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ടാക്സ് റീഫോംസ് എന്ന പേരിൽ നമ്മുടെ നികുതി മേഖലയിൽ വന്നത്.
അടുത്ത എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ പൈസയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിദേശ പൈസയും നമ്മുടെ പൈസയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പോളിസിയാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം നമുക്കറിയാമല്ലോ ഈ ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ 68 രൂപയൊക്കെ ആണല്ലോ ഇപ്പം ഒരു ഇന്ത്യൻ റുപ്പി, ഐ മീൻ ഒരു ഡോളർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഫോറിൻ എക്സ്ചേഞ്ചിൽ വന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് റിഫോംസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കിയേ. ഒന്നാമതായിട്ട് അത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ. ഒന്ന്, ഡീവാലുവേഷൻ. ഇന്ത്യൻ കറൻസിയെ ഡീവാല്യൂ ചെയ്തു. നമ്മുടെ കറൻസിയുടെ വില കുറച്ചു. ഡോളറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കറൻസിയുടെ വില കുറച്ചു. അതായിരുന്നു ഒരു പോളിസി. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇന്ന് പത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും $1 എന്ന് പറഞ്ഞാൽ ഇത്ര രൂപയാണ്. നാളെ എടുത്ത് നോക്കുമ്പോൾ അത് തന്നെ ആയിരിക്കും? ഇല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? ഒരു ദിവസം 68 രൂപയാണല്ലോ, അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ 70 രൂപയായിരിക്കും $1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ ഫ്ലെക്സിബിൾ ആണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പണ്ട് അങ്ങനെയല്ലായിരുന്നു, വേറൊരു സിസ്റ്റം ആയിരുന്നു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അത് മാറ്റി ഫ്ലെക്സിബിൾ ആക്കി, ഒരു പോയിന്റ്. രണ്ടാമത്തത് ഡീവാലുവേഷൻ ഓഫ് റുപ്പി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയുടെ വില കുറച്ചു, റുപ്പിയുടെ വില കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ് എന്ന കേസിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്ത എന്താണ്? ലാസ്റ്റ് ടോപ്പിക്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. വാണിജ്യം, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം, ഇതിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ? വളരെ സിമ്പിളാണ്. ഒന്ന്, ടാരിഫ് കുറച്ചു, ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് കുറച്ചു. രണ്ട്, ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് അബോളിഷ്ഡ്. ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഇറക്കുമതി ചെയ്യണമെങ്കിൽ മുമ്പ് ആ പുറം രാജ്യത്തിന് എന്ത് വേണമെന്ന് അറിയാമോ? ലൈസൻസ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ചൈനയ്ക്ക് അതിനുള്ള ലൈസൻസ് വേണം. ഇപ്പോൾ അത് വേണ്ട. അടുത്ത എന്താണ്? എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ് ടു ഇൻഡ്യൂസ് എക്സ്പോർട്ട്സ്. എക്സ്പോർട്ട് ഡ്യൂട്ടിയും എടുത്തു കളഞ്ഞു. എക്സ്പോർട്ട് ഡ്യൂട്ടിയും വേണ്ട, ഇമ്പോർട്ട് ലൈസൻസിങ്ങും വേണ്ട. പിന്നെന്തുവാണ്? കോട്ടയും വേണ്ട. കോട്ട എന്തുവായിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട്സ്. അല്ല, ഇന്ത്യയിലേക്ക് ഇത്ര എണ്ണം മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ നമ്പർ റെസ്ട്രിക്ഷൻ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഇത്ര എണ്ണം മാത്രമേ ഇന്ത്യയിലേക്ക് വരാൻ പാടുള്ളൂ. അങ്ങനെ നമ്പറിൽ നമ്പറിൽ പരിമിതിപ്പെടുത്തുന്നതാണ് നമ്മൾ എന്തോ പറയുന്നത്? ഈ പറയുന്ന കോട്ട എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എന്താണ് റെസ്ട്രിക്ഷൻ ഒക്കെ എടുത്തു കളഞ്ഞു. കോട്ടയും ഇല്ല, ടാരിഫും എടുത്തു കളഞ്ഞു, ഇമ്പോർട്ട് ലൈസൻസിങ്ങും എടുത്തു കളഞ്ഞു, എക്സ്പോർട്ട് ഡ്യൂട്ടിയും റിമൂവ് ചെയ്തു. അപ്പം അങ്ങനെ ആണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ട്രേഡ് മേഖലയിൽ അല്ലെങ്കിൽ വാണിജ്യത്തിൽ, നമ്മുടെ പുറം രാജ്യങ്ങളൊക്കെ ആയി ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ലിബറലൈസ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലിബറലൈസേഷൻ പോളിസി പല 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 മേഖലകളിൽ വരുന്നത്. ഇൻഡസ്ട്രിയൽ മേഖലയിൽ, അതുപോലെ ഫിനാൻഷ്യൽ മേഖലയിൽ, ടാക്സ് മേഖലയിൽ, ഫോറിൻ എക്സ്ചേഞ്ച് മേഖലയിൽ, അതുപോലെ ട്രേഡ് മേഖലയിൽ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ പറയണം. ഓക്കെ. അപ്പം ലിബറലൈസേഷൻ കഴിഞ്ഞു. അടുത്തതാണ് പ്രൈവറ്റൈസേഷൻ. എന്താണ് പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റ് ആക്കുക, എല്ലാം പ്രൈവറ്റ് ആക്കുക. പ്രൈവറ്റൈസേഷൻ ഇസ് എ പ്രോസസ് വെയർ ബൈ ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആർ ട്രാൻസ്ഫർ ടു ദ പ്രൈവറ്റ് സെക്ടർ. എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിന്റെ കയ്യിൽ പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിൽ കുറേയൊക്കെ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ഗീവിംഗ് ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് എന്റർപ്രൈസ് ടു പ്രൈവറ്റ് സെക്ടർ. പണ്ട് കാലത്ത് ഗവൺമെന്റ് ഓൺ ചെയ്തിരുന്ന ബിൽഡിങ്ങുകൾ, ഗവൺമെന്റ് ഓൺ ചെയ്ത സ്ഥാപനങ്ങൾ പ്രൈവറ്റ് ആക്കുക, പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുക, അതാണ് പ്രൈവറ്റൈസേഷൻ. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആ ഡെഫിനിഷനും അറിഞ്ഞിരിക്കണം, എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ പ്രൈവറ്റൈസേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ് നടപ്പിലാക്കിയത്? ത്രൂ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നറിയാതെ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ഓർ ഹോൾ ഓഫ് ദ ഇക്വിറ്റി ഓഫ് PSUs. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ശ്രദ്ധിച്ച് പറഞ്ഞുതരാം, നിങ്ങൾ കേൾക്കുക. ഈ ഈക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാപനങ്ങളുടെയും എന്താ പറയുന്നത് ഒരു വിലയ്ക്ക്. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ആ ഒരു ഇൻഡസ്ട്രി പബ്ലിക് സെക്ടറിൻ്റെ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ വില ഒരു 100 കോടിയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഇൻഡസ്ട്രിയുടെ വില 100 കോടിയാണ്. അതിനെ ഈക്വിറ്റി ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 കോടി 10 കോടി 10 കോടിയുള്ള 10 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 10 ഷെയറായി. 10 ഷെയർ, മനസ്സിലായോ? അപ്പം
10 ഷെയർ എന്ന് പറഞ്ഞാൽ 10 ഉടമസ്ഥതകളെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് ഇക്വിറ്റി ഷെയർ എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു വലിയ പബ്ലിക് സെക്ടർ സ്ഥാപനത്തിൻ്റെ വിലയെ പല 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 കുഞ്ഞു കുഞ്ഞു ഘടകങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഘടകങ്ങൾക്കാണ് നമ്മൾ എന്തോ പറയുന്നത്, ഈക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഈക്വിറ്റി ഷെയർ അപ്പോൾ ഈ ഈക്വിറ്റി ഷെയറിനെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നതിനാണ് എന്തോ പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 100 കോടിയുടെ ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അതിനകത്ത് 10 കോടിയുള്ള 10 ഈക്വിറ്റി ഷെയർ അങ്ങോട്ട് ഇട്ടു. അതിനകത്ത് 2 ഈക്വിറ്റി ഷെയർ വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം, 20 കോടി തന്ന്, ഇപ്പം ഞാൻ ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കുക, അപ്പോൾ എനിക്ക് 20 കോടി തന്ന് പ്രൈവറ്റ് സെക്ടർ അത് മേടിച്ചുകൊണ്ട് പോകും. ഇതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ 20% ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്, പ്രൈവറ്റിൻ്റെ കയ്യിലും 80% ഓണർഷിപ്പ് എൻ്റെ കയ്യിലുമാണ്. ഇതുപോലെ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത ഓണർഷിപ്പ് കുറച്ച് കുറച്ചായിട്ട് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നു. ഒറ്റയടിക്ക് വിൽക്കുക അല്ലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 50% ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 100 കോടിയാണെങ്കിൽ അതിനകത്തെ 50 കോടി മേടിച്ചിട്ട് പകുതി ഓണർഷിപ്പ് അടുത്ത ആൾക്ക് കൊടുക്കും. അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ്സ് സെല്ലിംഗ് ഓഫ് പാർട്ട് ഓർ ഹോൾ ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ മൊത്തമായിട്ടോ അല്ലെങ്കിൽ കുറച്ചായിട്ടോ വിൽക്കുന്നതിനാണ് എന്തോ പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി നടത്തുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒന്നാമതായിട്ട് റെഡ്യൂസിങ് ദ ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കാൻ, സാമ്പത്തിക ബാധ്യത. ഈ ഫുൾ ഇൻഡസ്ട്രിയും ഗവൺമെന്റ് ഓൺ ചെയ്യുവാണെങ്കിൽ അത് ഓടിക്കാനുള്ള മെഷീൻ്റെ പൈസ, കറണ്ട് ബില്ല്, ഇതെല്ലാം ആരും കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം. അപ്പം ഇതങ്ങ് വിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമല്ലേ, അതാണ് ആ സംഭവം ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇംപ്രൂവിംഗ് ദി എഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പബ്ലിക് സെക്ടർ ഓൺ ചെയ്യുന്നതാണോ കൂടുതൽ എഫിഷ്യന്റ്, പ്രൈവറ്റ് സെക്ടർ ഓൺ ചെയ്യുന്നതാണോ കൂടുതൽ എഫിഷ്യന്റ്? സ്വകാര്യ സ്ഥാപനങ്ങളെ കുറെ കൂടെയൊക്കെ എഫിഷ്യന്റ് ആയിരിക്കും ഇല്ലേ. അപ്പം ഇത് ഈ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുവാണെങ്കിൽ അവർ കുറെ കൂടെയൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോയിക്കോളും. മൂന്നാമത്തെ എന്താണ്, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നന്നാക്കാൻ സാധിക്കും ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൻ്റെയൊക്കെ. കാരണം സ്വകാര്യ ആളുകളുടെ കയ്യിൽ പൈസ കാണും, അവർ മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ ആ സ്ഥാപനങ്ങൾ കുറേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. പബ്ലിക് സെക്ടറിൻ്റെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ അത് വളർന്നെന്ന് വരില്ല. പക്ഷേ അത് നമ്മൾ സ്വകാര്യ വ്യക്തികൾ വിൽക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു, അവർക്കത് കുറേ കൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം അവരെ കുറച്ചൊക്കെ പൈസ കാണത്തില്ലേ, അതുകൊണ്ട് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാകുമ്പം ഈ പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങൾക്ക് കുറേ കൂടെ വളരാൻ സാധിക്കും, അവർക്ക് സാമ്പത്തികമായിട്ട് വളരാൻ സാധിക്കും. അടുത്ത എന്താണ്, എൻഷുറിങ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക ഭദ്രതയൊക്കെ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന്. പിന്നെന്താണ്, ഫെസിലിറ്റേറ്റിംഗ് ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ടു റേസ് ആഡിക്വേറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഒരു സ്ഥാപനം വിൽക്കുക, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുറം രാജ്യത്തുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ആ സ്ഥാപനത്തിലെ ഷെയറുകൾ മേടിക്കാൻ സാധിക്കും, ശരിയല്ലേ? അപ്പം അങ്ങനെയാകുമ്പം വിദേശ പൈസ നമ്മുടെ ഇന്ത്യയിലേക്ക് വരും, ഇന്ത്യൻ ഇക്കണോമിയിലേക്ക് പുറം രാജ്യം പൈസയൊക്കെ ഇങ്ങോട്ടേക്ക് വരും. അതാണ് ഫെസിലിറ്റേറ്റിംഗ് ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. പുറം രാജ്യത്തെ പൈസ ഇങ്ങോട്ടേക്ക് വരും. സംഭവം മനസ്സിലായോ? ഇതാണ് പ്രൈവറ്റൈസേഷൻ. ഓക്കെ, അപ്പം ലിബറലൈസേഷനും കഴിഞ്ഞു, പ്രൈവറ്റൈസേഷനും കഴിഞ്ഞു. അടുത്ത ഇനി എന്താ, ഗ്ലോബലൈസേഷൻ. ലോകത്തെ മൊത്തം ഒരു കുടക്കീഴിലാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണിത് ശരിക്കും പറഞ്ഞാൽ. ഗ്ലോബലൈസേഷൻ മീൻസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഡൊമസ്റ്റിക് ഇക്കണോമി വിത്ത് ദ വേൾഡ് ഇക്കണോമി. നമ്മുടെ രാജ്യത്തിൻ്റെ മാർക്കറ്റിനെ, സമ്പദ്ഘടനയെ ലോകത്തിൻ്റെ സമ്പദ്ഘടനയുമായിട്ട് സമന്വയിപ്പിക്കുന്നതിനാണ് എന്തോ പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഒത്തൊരുമ കൊണ്ടുവരിക. നമ്മൾ പറയില്ലേ ഇപ്പം ദ ഹോൾ വേൾഡ് ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ, നമ്മുടെ ഈ ലോകം മൊത്തം ഒരു ആഗോള ഗ്രാമമായി മാറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഗ്ലോബൽ വില്ലേജ്. അതൊക്കെയാണ് ഈ ഗ്ലോബലൈസേഷൻ. പല രാജ്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കണക്റ്റഡ് ആയിട്ട് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാവുക, എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു നെറ്റ്വർക്കൊക്കെ ഉണ്ടായിട്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ ട്രേഡിങ് എല്ലാം തുറന്നുവിട്ട് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയി ട്രേഡ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു പരസ്പര സൗഹാർദ്ദം, ഒരു കോപ്പറേഷനോട് കൂടി എല്ലാ രാജ്യങ്ങളുടെ എക്കണോമിയും അല്ലെങ്കിൽ മാർക്കറ്റും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക. അതിനാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇക്കണോമി വിത്ത് ദ വേൾഡ് ഇക്കണോമി.
ഇത്രയേ ഉള്ളൂ ഗ്ലോബലൈസേഷൻ. അധികമൊന്നും അതിനെപ്പറ്റി പഠിക്കേണ്ട, ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതാണ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്താണെന്ന് അറിയാതെയും ഈ പറയുന്ന മാതിരി പരീക്ഷയ്ക്ക് പോകരുത്. 3 മാർക്ക് തൊട്ട് 5 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ ഗോയിങ് ഔട്ട് ടു ഫൈൻഡ് ദ സോഴ്സ് ഓഫ് വാട്ട് ഈസ് നീഡഡ്. ഇത്രയേ ഉള്ളൂ. ഒരു സ്ഥാപനം, വലിയൊരു സ്ഥാപനമാണ്, അവർക്ക് ഇപ്പം ഷൂ വിൽക്കുന്ന ഒരു കട, ഒരു വലിയൊരു ഷൂ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു വലിയൊരു ഫാക്ടറി എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യണം, അതുപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെയുള്ള പല 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 കാര്യങ്ങളുണ്ട്. അപ്പം ആ ഫാക്ടറി, ഒരു ഫാക്ടറിയിലാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഫാക്ടറി ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് തന്നെ ചെയ്യാൻ സമയമില്ല. ഉദാഹരണം പറയുകയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി പുറത്തുള്ള വേറൊരു ഏജൻസിക്ക് നമ്മൾ ഹയർ ചെയ്യും. നമ്മൾ ആ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഫാക്ടറി സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മുടെ ജോലി മറ്റുള്ളവർക്ക് വിൽക്കുക എന്നുള്ളതല്ല, നമ്മളതിന് മറ്റുള്ളവരെ കൊണ്ട് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുക, മറ്റ് ഏജൻസികൾക്ക് കൊടുത്ത് അതിനെ ഹയർ ചെയ്യാൻ നമ്മൾ പറയുന്നത്. അതിനാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അത് ഉദാഹരണം പറയും. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പൊതുവേ പുറം രാജ്യങ്ങളിലെ ബിസിനസ് സ്ഥാപനങ്ങളില്ലേ, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ, അവരൊക്കെ ഇന്ത്യയെ ഒരുപാട് ഔട്ട്സോഴ്സ് ചെയ്യും. കാരണം നമുക്കറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പ്രത്യേകതയുണ്ട്. ഒരുപാട് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് സ്കില്ലുള്ള വ്യക്തിത്വങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് നല്ല യൂത്ത്, ഭയങ്കര മെൻ്റലി നല്ല ഇതുള്ള യൂത്ത്, IT ഇൻഡസ്ട്രിയൊക്കെ ഇന്ത്യയുടെ വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിലുള്ളവർ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ ബിസിനസ്സിലെ കുറച്ച് ആക്ടിവിറ്റീസ് ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇന്ത്യയിലെ ഏജൻസികളോട് പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഈ ജോലി നിങ്ങൾ ചെയ്തു തരണം, ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം എന്നും പറഞ്ഞ് ഇന്ത്യയിലെ ചില കമ്പനികൾക്ക് അത് ഏൽപ്പിക്കും. അങ്ങനെയുള്ള സംഭവത്തിനാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യക്കാരെ കൊണ്ട് പ്രധാനമായിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എഡിറ്റിങ്, പിന്നെ റെക്കോർഡുകൾ സൂക്ഷിക്കുക, ക്ലിനിക്കൽ അഡ്വൈസ്, ടീച്ചിങ്, അക്കൗണ്ടൻസി, അതിൻ്റെ ബിസിനസ്സിൻ്റെ കണക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ, ബിസിനസ് പ്രോസസ്സസ്, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പുറം രാജ്യങ്ങൾ ഇന്ത്യക്കാരെ കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിങ് ഹബ്ബാണെന്നാണ് പറയുന്നത്. കാരണം അതുപോലെ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രി ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ പുറം രാജ്യങ്ങളിലെ ഇൻഡസ്ട്രികൾ ഇന്ത്യയിൽ വന്നാണ്, അല്ലെ ഇന്ത്യക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. നമ്മുടെ ഇൻഫോസിസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഒരുപക്ഷെ ഇതിനകത്തൊക്കെ വരുന്ന. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ കാര്യം. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പുറം യു കെയിലെയൊക്കെ ഒരു UK ബേസ്ഡ് കമ്പനി ആയിരിക്കും. അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നോക്കുന്നത് ആരായിരിക്കും? ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്നൊരു കമ്പനി ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് നമ്മൾ പറയുന്നത്? ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഇന്ത്യ ഇത്രയും ഒരു ഔട്ട്സോഴ്സിങ് ഹബ്ബ് ആവാൻ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കൂടുതലാണ്, ആർക്കും ജോലി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചീപ്പായിട്ട് ഇന്ത്യക്കാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് കാരണം. ഇന്ത്യയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ലാണ്, അത് വളരെ ചീപ്പായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പുറം രാജ്യങ്ങൾ കുറേയൊക്കെ ഇന്ത്യയെ തന്നെ നോക്കുകയും ചെയ്യും, ഇന്ത്യയെ തന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കും. കാരണം കുറേ ചീപ്പായിട്ട് ചെയ്യാനും പറ്റും, എന്നാൽ നന്നായിട്ട് ചെയ്യിപ്പിക്കാനും പറ്റും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യയിൽ കുറേ കൂടെയൊക്കെ ഇന്ത്യനെ കുറേ കൂടെയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിൻ്റെ കാര്യം. കാരണം ഇന്ത്യയിൽ എന്താണ്? പ്രൊഫഷണൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബറാണ് ഇന്ത്യയിൽ, പക്ഷേ ചീപ്പാവാൻ കാര്യം എന്താ? ആർക്കും ജോലിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ജോലിക്കാണെങ്കിലും ആൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, ജോലി കിട്ടിയാൽ മതി എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി ഇന്ത്യൻസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുറം രാജ്യക്കാരത് മുതലെടുക്കും. അവരെന്ത് ചെയ്യും? ഇന്ത്യക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് വലിയ ചിലവില്ലാതെ കാര്യങ്ങളൊക്കെ നടത്താം. അങ്ങനെ നമ്മൾ ലിബറലൈസേഷനും കഴിഞ്ഞു, പ്രൈവറ്റൈസേഷനും കഴിഞ്ഞു, ഗ്ലോബലൈസേഷനും കഴിഞ്ഞു. ഇനിയും ഒരു ചെറിയ ടോപ്പിക് കൂടെ കഴിയുമ്പോൾ ഈ വീഡിയോ കഴിയും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇതുവരെ പഠിച്ച നമ്മുടെ ചാപ്റ്ററിൻ്റെ 3/4 ഭാഗം നമ്മൾ കവർ ചെയ്തു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നോക്കി, നമ്മുടെ ലോകത്ത് മൊത്തം ട്രേഡ് നടക്കും അല്ലേ? പല രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് ഇന്ത്യ പോയി അമേരിക്ക ട്രേഡ് ചെയ്യുന്നു, അമേരിക്ക വന്ന് ചൈന ട്രേഡ് ചെയ്യുന്നു, ചൈന പോയി റഷ്യയിൽ, അങ്ങനെ ഭയങ്കര വിപുലമായി കിടക്കുന്ന ഒരു ട്രേഡാണ് നമ്മുടെ ലോകത്തിനുള്ളത്. അപ്പോൾ ഇത് മൊത്തം റെഗുലേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ആരെങ്കിലും വേണമെന്നില്ലേ? അവരാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സംഭവം ക്ലിയർ അല്ലേ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1948 തുടങ്ങിയത്. അന്ന് അതിൻ്റെ പേര് WTO എന്നല്ലായിരുന്നു,
ഗാട്ട് GATT എന്നായിരുന്നു. ഗാട്ടിൻ്റെ ഫുൾ ഫോം ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്. അന്ന് അതിൻ്റെ ഫുൾ ഫോം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം അത് ആ പേര് മാറ്റി ഇപ്പോൾ WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആക്കിയ 1995 പേര് മാറ്റിയത്. ഓക്കെ, അപ്പോൾ രണ്ടും ഒരേ സാധനമാണ്. പണ്ട് ഗാട്ട്, ഇപ്പോൾ അത് WTO. ഈ WTOയുടെ ഒബ്ജക്റ്റീവ്സ് വ്യക്തമായി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. WTOയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് WTO? ഒന്നാമതായിട്ട് പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ലോകത്തിൻ്റെ ആ ഒരു ലോകമാകുന്ന കച്ചവട സ്ഥാപനത്തിൽ എന്ത് ചെയ്യാൻ ഒരുപാട് ഈ പറയുന്ന മാതിരി പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ്, എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ അവസരം ലഭിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ട്രേഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതാണ് പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എല്ലാവർക്കും ട്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നുള്ള കാര്യം, ആ ഒരു ഇക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം എക്സ്പാൻഡിങ് പ്രൊഡക്ഷൻ ഓഫ് ആൻഡ് ട്രേഡ് ഇൻ ഗുഡ്സ്. അത്രയേ ഉള്ളൂ. ട്രേഡും പ്രൊഡക്ഷനും ഒക്കെ ഒരുപാട് കൂട്ടുക, അതൊക്കെ ഒരു ലക്ഷ്യമായിരുന്നു WTOൻ്റെ. ഇൻ്റർനാഷണൽ ലെവലിൽ ട്രേഡും പ്രൊഡക്ഷനും ഒക്കെ ഒരുപാട് കൂട്ടുക. അടുത്തത് ട്രേഡ് ഇൻ സർവീസസ് എന്നുണ്ടോ, എൻലാർജിങ് ദ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ബൈ ഇൻക്രീസിങ് ട്രേഡ് ഇൻ സർവീസസ്. നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന കേട്ടിട്ടുണ്ട്, അതുപോലെ സർവീസുകളും വിൽക്കുക. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഹോട്ടലൊക്കെ ഒരു സർവീസാണ്, ഗുഡല്ല. അപ്പോൾ അതുപോലുള്ള സർവീസുകളൊക്കെ ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ കൊണ്ടുവരിക. ഗുഡ്സ് വിൽക്കുന്നതിനോടൊപ്പം തന്നെ സർവീസുകളും വിൽക്കുക. പിന്നെന്താണ്, പ്രൊമോട്ടിങ് മൾട്ടിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ഒരു മൾട്ടിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുള്ള, അല്ലെങ്കിൽ ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ 2 രാജ്യങ്ങളുള്ള. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡ്, ഒരുപാട് രാജ്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ട്രേഡുകൾ നടത്താനായിട്ടൊക്കെയുള്ള ശ്രമമാണ് ഈ മൾട്ടിലാറ്ററൽ ട്രേഡ് അല്ലെങ്കിൽ ബൈലാറ്ററൽ ട്രേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു ആര്? WTO. പിന്നെയോ റിമൂവൽ ഓഫ് നോൺ ടാരിഫ് ബാരിയേഴ്സ് ഓൺ ട്രേഡ് ആൻഡ് റിഡ്യൂസിങ് ടാരിഫ്. ടാരിഫ് കുറയ്ക്കാൻ ശ്രമിച്ചു. ടാരിഫ് എന്തുവാ? ഈ ഒരു രാജ്യത്തും മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട ഒരു പൈസയുണ്ട്, അതാണ് ഈ ടാരിഫ് എന്ന് പറയുന്നത്. ടാരിഫൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചു ആര്? WTO. ഇനി ടാരിഫ് അല്ലാത്ത മറ്റ് പ്രശ്നങ്ങളുണ്ട്, കോട്ട ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ, അതും കളയാനായിട്ട് ശ്രമിച്ചു. അത് കളയാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ WTOയുടെ മറ്റൊരു ഉദ്ദേശമായിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക, നമുക്ക് വേണ്ട പ്രകൃതി വിഭവങ്ങളൊക്കെ ഉപയോഗിക്കുക, എന്നാൽ ഭാവിക്ക് വേണ്ടി കരുതുക, അത്രയേ ഉള്ളൂ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ റേസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ലോകോത്തരമായിട്ടുള്ള ജനങ്ങളുടെ മൊത്തം അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, അവരുടെ ആ ഒരു ജീവിത ശൈലിയൊക്കെ കുറേ കൂടെയൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക, അവരുടെ പോവർട്ടിയൊക്കെ മാറ്റുക. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? WTOയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് WTOൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പം ഒന്നുകൂടെ പറയാം WTOയുടെ ഒബ്ജക്റ്റീവ്സ്. 1, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാ രാജ്യത്തിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരിക. പിന്നെ പ്രൊഡക്ഷനും ട്രേഡും ഇൻ ഗുഡ്സ് കൂട്ടുക, അതുപോലെ സർവീസിലുള്ള പ്രൊഡക്ഷനും ട്രേഡും കൂട്ടുക. പിന്നെ മൾട്ടിലാറ്ററൽ ബൈലാറ്ററൽ രാജ്യങ്ങൾ ഒരുപാട് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ട്രേഡ് ചെയ്യിപ്പിക്കുക. അടുത്തത് ടാരിഫ് ബാരിയേഴ്സും നോൺ ടാരിഫ് ബാരിയേഴ്സും റിമൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെയോ ജനങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. അടുത്തതോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു WTOയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ ചാപ്റ്ററിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ കവർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് ഭാഗം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അത് പാർട്ട് 2 വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്കറിയാം ഇത്രയും ഒരു ഇച്ചിരി ലെങ്ത് ഉള്ള വീഡിയോ ആയിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ഉടനെ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും കാണുക, കൃത്യമായിട്ട് പഠിക്കുക ചാപ്റ്ററൊക്കെ. എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾ പലവരും ഇമ്പ്രൂവ്മെൻറ്റ് ഇടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ +1 പഠിക്കുന്നവരായിരിക്കാം. നിങ്ങൾ എങ്ങനെയാണെങ്കിലും വളരെ സേഫായിട്ട് വീട്ടിലിരിക്കുക. കോവിഡൊക്കെയാണ് അറിയാമല്ലോ. അപ്പം ടെക്സ്റ്റൊക്കെ വായിക്കുക. ഇക്കണോമിക്സിൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ അന്നു തന്നെ ടെക്സ്റ്റൊക്കെ വായിച്ച് പോവുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എക്കണോമിക്സിന് ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും. അടുത്ത വീഡിയോ HelloPlus1 എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.